പറയുന്നത് മൻജമഅ മാലൻ ഹറാമൻ, കുറെ ഹറാമായ സമ്പത്തുണ്ടായി. സുമ്മ തസദ്ദഖ ബിഹി, ഗാനമേള നടത്തുകയാണ്. എന്നിട്ട് പാവപ്പെട്ട 4 കുടുംബങ്ങൾക്ക് നാട്ടിൽ വീട് വെച്ചു കൊടുക്കുകയാണ്. ഉദാഹരണം പറയാം, നടത്തുന്നത് ഗാനമേളയാണ്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ സ്റ്റേജിൽ കയറി പാടുകയാണ്, അല്ലെങ്കിൽ ആണുങ്ങളാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന ടിക്കറ്റ് ഫെയർ, അതിൽ കിട്ടുന്ന ലാഭം അത് നാട്ടിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോവുകയാണ്. കുട്ടികളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കാൻ. ഓരോക്കൊന്ന് കേട്ടോളി. പരിശുദ്ധ നബി തങ്ങൾ പറയാണ്, മൻ ജമഅ മാലൻ ഹറാമൻ, അള്ളാഹു അനുവദിക്കാത്ത രീതിയിൽ ആരെങ്കിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും സുമ്മ തസദ്ദഖ ബിഹി, അതവർ സ്വതക്ക ചെയ്യുകയും ചെയ്താൽ ലം യകുൻ ലഹു ഫീഹി അജ്റുൻ, ഒരു പ്രതിഫലവും അതുകൊണ്ട് കിട്ടൂല ആ സ്വതക്ക കൊണ്ട്. വകാന ഇശ്റുഹു അലൈഹി, അങ്ങനെ ഹറാമായ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയതിന്റെ കുറ്റം അതിന്റെ സംഘാടകർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്ക് താക്കീത് എന്ന വിഷയമാണ്. അതുകൊണ്ട് ഗാനമേള നടത്തിയിട്ടൊന്നും എന്ത് ചെയ്യണ്ട, സ്വതക്കയെ നിൽക്കണ്ട. ആ സ്വതക്ക അള്ളാഹു സ്വീകരിക്കില്ല, അതിന് കൂലി ഉണ്ടാവില്ല. കൂലി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കുറ്റവും ശിക്ഷയും അവർക്കുണ്ടാവുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസാണ്. നമ്മളിങ്ങനെ പറയില്ലേ, ഒരു ഗാനമേള നടത്തി നല്ല കാര്യമില്ല അവർ ചെയ്യണത്. അതിനാ പറഞ്ഞത്, എന്ത്, വരുന്ന വഴിയും ശരിയാവണം, കൊടുക്കുന്ന വഴിയും ശരിയാണ്. രണ്ടും ശരി. നമ്മൾ ഒബ്ജക്റ്റീവും ശരിയാവണം, അതിന്റെ മീൻസും ശരിയാവണം. എന്നതുപോലെ സോഴ്സും ശരിയാവണം, എവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ആ വഴിയും ശരിയായിരിക്കണം. എങ്കിലേ ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, സംശുദ്ധമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു ത്വയ്യിബാൻ, അള്ളാഹു ത്വയ്യിബല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ജസാകുമുല്ലാഹു ഖൈറൻ. അതുകൊണ്ട് ഫിത്നത്തുൽ മാൽ, സമ്പത്തിന്റെ ഫിത്ന ഭയങ്കരമാണ്. അതിൽ അല്ലാഹു തആല അനുവദിച്ചതും അനുവദിക്കാത്തതും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കുകയാണ്, ഹറാമായ സമ്പത്ത് കൊണ്ട് അള്ളാഹു തആല നൽകുന്ന അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഒരു ഭാഗം എന്നത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല, ദുആഇന് ഉത്തരം കിട്ടില്ല എന്നതാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. ദുആ ചെയ്ത ഉത്തരമില്ല, എന്റെ പാപം പുറത്തരണേന്ന് പറഞ്ഞാൽ അള്ളാഹ് കേൾക്കുന്നില്ല, എന്റെ കാര്യം അള്ളാഹു തആല ശ്രദ്ധിക്കൂല, ദുആക്ക് ഉത്തരം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ബാങ്ക് ജോലികൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്. എക്സ്ചേഞ്ചുകൾ അങ്ങനെ ബാധകമല്ല, എക്സ്ചേഞ്ചുകൾ ഡയറക്റ്റ് പലിശ ഇടപാടുകളല്ല. പക്ഷെ ബാങ്ക് പലിശ ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകൾ, ഇസ്ലാമിക് അല്ലാത്ത ബാങ്കുകൾ, നോൺ ഇസ്ലാമിക് ബാങ്കുകൾ വളരെ ഗുരുതരമാണ്. നമ്മുടെ മഈശത്തിനെ സംബന്ധിച്ച് നമ്മൾ 10,000 വട്ടം ആലോചിക്കണം. അങ്ങനത്തെ ഒരു ജോലി ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്തരം ജോലികളിൽ ഉള്ള ആളുകൾ അള്ളാഹുവിനോട് വളരെ പെട്ടെന്ന് ഹലാലായ ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടി ചോദിക്കാം. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ചോദിച്ചാൽ അള്ളാഹു ആ വഴിക്ക് എത്തിച്ചു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല അത്തരം ജോലികളിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഹലാലായ വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ നബി തങ്ങൾ പറയാൻ, അർറജുലു യുതീലു السفر أشعث أغبر يمد يديه إلى السماء يا ربي يا ربي ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنى يستجاب لذلك. الرجل, ഒരു മനുഷ്യൻ, യുതീലു السفر, ഒരുപാട് യാത്ര ചെയ്യുന്നു. അശ്അസ അഗ്ബറ, മുടി പൊടി പിടിച്ച ആളാണ്, ജടക്കുത്തിയ ആളാണ് മുടി. യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കയ്യുയർത്തുന്ന ഒരു ഫഖീറിനെ പോലെ, മിസ്കീനിനെ പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി തളർന്ന അവശനായി അല്ലാഹുവേ എന്ന് പറഞ്ഞ് കയ്യുയർത്തുകയാണ്. യാ റബ്ബി യാ റബ്ബി എന്ന് വിളിക്കുന്നുണ്ട്. വമത്അമുഹു ഹറാം, അയാൾ തിന്നുന്നത് ഹറാമായ ഭക്ഷണമാണ്. വമശ്റബുഹു ഹറാം, കുടിക്കുന്നത് ഹറാമായ ഭക്ഷണമാണ്. വമൽബസുഹു ഹറാം, ഉടുക്കുന്ന വസ്ത്രം ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിലായി ന്യൂട്രീഷൻ കിട്ടിയ ആളാണ്. ശരീരത്തിന്റെ പോഷണം നടന്നത് ചെറുപ്പം മുതലേ ഹറാമാണ് കഴിച്ചു വന്നത്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യന് എവിടെ നിന്നാണ് അള്ളാഹു ഉത്തരം കൊടുക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹറാം ശരീരത്തിലേക്ക് കടന്നാൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ, ചെറുതും വലുതുമായതിൽ ഏറ്റവും ഗുരുതരമായ ശിക്ഷ, അള്ളാഹു തആല ദുആഇന് ഉത്തരം കൊടുക്കില്ലെന്നാണ്. ദുആഇന് ഉത്തരം കൊടുക്കില്ല. അതുകൊണ്ട്
ദുനിയാവിന്റെ ഫിത്നയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കിട്ടുന്നതെല്ലാം എടുക്കാൻ പറ്റൂല. നമ്മുടെ കയ്യിലേക്ക് വരുന്ന എല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ഹറാമുകൾ സൂക്ഷിക്കുകയും എങ്ങാനും നമ്മുടെ കയ്യിലത് പെട്ടുപോയാൽ തന്നെ ഹറാമുകൾ ചെലവഴിക്കേണ്ട വഴിയിൽ, അത്തരം പലിശയുടെ പൈസകൾ കടന്നു വന്ന് അത് നമ്മുടെ കയ്യിൽ പെട്ടുപോയാൽ അത് ചെലവഴിക്കേണ്ട വഴികളിലേക്ക് അത് ചെലവഴിക്കാൻ പാടുള്ളൂ. ഹലാലെ സ്വതക്ക ചെയ്യാൻ പാടുള്ളൂ. ഹറാമിന്റെ പൈസ കൊണ്ട് നമുക്ക് സ്വതക്ക ചെയ്യാനും പാടുള്ളതല്ല. അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് സംഭരിച്ചു വെച്ചവർക്ക് അതിന്റെ കുറ്റവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.